അപ്പോൾ അച്ഛനെക്കുറിച്ച് കുറ്റം പറയുന്ന അമ്മയും അമ്മയെക്കുറിച്ച് കുറ്റം പറയുന്ന അച്ഛനും. അവസാനം കുട്ടിയുടെ മനസ്സിൽ രണ്ടുപേരെക്കുറിച്ചും ഒട്ടും ബഹുമാനവും സ്നേഹവും ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. കാരണം രണ്ട് തരത്തിലുള്ള ഈ ഇൻഫ്ലുവൻസസും കുട്ടിയെ സ്വാധീനിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഡൈവോഴ്സ് കേസുകളിലൊരു വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള മൽപ്പിടുത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോയിസണിങ് വേണ്ടി വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നല്ലത്, ഇപ്പം സെപ്പറേറ്റഡായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് സെപ്പറേറ്റഡായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പരസ്പരം യോജിക്കാനാകില്ല എന്ന് മനസ്സിലായി വേർപിരിഞ്ഞ് കഴിയുന്നു. കുട്ടിയുടെ അടുത്ത് കഴിയുന്നതും മറ്റേ പങ്കാളിയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാതിരിക്കുന്നതാണ് അതിൻ്റെ നല്ലത്. നല്ല കാര്യങ്ങൾ പറയുക. എന്തുകൊണ്ടാണ് രണ്ടുപേരും രണ്ട് സ്ഥലത്തും ചോദിച്ചാൽ നമുക്ക് യോജിക്കാനാകാത്ത ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ രണ്ട് സ്ഥലത്ത് നിൽക്കുന്നു എന്ന രീതിയിൽ മാത്രം പറഞ്ഞുകൊണ്ട്, എന്താണോ അമ്മ അത് പരിചയപ്പെട്ട് മനസ്സിലാക്കാൻ കുട്ടിക്ക് അവസരം കൊടുക്കുക, എന്താണോ അച്ഛൻ അത് പരിചയപ്പെടാൻ കുട്ടിക്ക് അവസരം കൊടുക്കുക. സ്വാഭാവികമായിട്ട് കുട്ടി തന്നെ കണ്ട് മനസ്സിലാക്കി വളരട്ടെ അവരുടെ രീതികൾ.